എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ റൂബിയാണ്. റൂബി ഇപ്പോൾ ഓക്സ്ഫോർഡിലാണ്. അവൾ അങ്ങനെ എണ്ണിക്കുന്നു. അവളുടെ ഇന്നത്തെ ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി അവൾ പ്രിപ്പയർ ചെയ്യുകയാണ്. അവളുടെ ഡോമിന്റെ തൊട്ട് ഓപ്പോസിറ്റോ ഡോമിലാണ് നമ്മുടെ ജെയിംസും ഉള്ളത്. അങ്ങനെ ജെയിംസിനെ കാണാതെ അവൾ പതുക്കെ ആ ഓക്സ്ഫോർഡ് ചുറ്റി കാണാൻ വേണ്ടി പോകുന്നു. ആ ഒരു ടൈമിൽ അവൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട ജൂഡ് എന്ന ആ ഒരു ഓക്സ്ഫോർഡിലെ സീനിയറിനെ യാദൃശികമായിട്ട് കണ്ടുമുട്ടുന്നു. ഇവർ രണ്ടുപേരും നിൽക്കുന്ന കണ്ട് അങ്ങോട്ടേക്ക് ലിന്നും വരുന്നുണ്ട്. അങ്ങനെ മൂന്നുപേരും ഈ ഓക്സ്ഫോർഡിനെ പറ്റി, ഇൻവിറ്റേഷൻ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഇന്റർവ്യൂ എങ്ങനെ ആയിരിക്കും വരുന്നത് എന്ന കാര്യങ്ങളും സംസാരിക്കുന്നു. അങ്ങനെ സിറിലും കെഷും നമ്മുടെ ജെയിംസ് ഉള്ള സ്ഥലത്തേക്ക് നടക്കുന്നു. ജെയിംസ് ലിഡിയയുടെ കൂടെ അവിടെ നിൽക്കുകയാണ്. അവന്റെ അമ്മ അവന് നൽകിയ ആ ഒരു വാച്ചും നോക്കി അവിടെ ജെയിംസ് നിൽക്കുന്നുണ്ട്. നീ എല്ലാം പ്രിപ്പയർ ചെയ്തോ എന്നൊക്കെ ലിഡിയ നമ്മുടെ ജെയിംസിനോട് ചോദിക്കുന്നു. ജെയിംസ് പറയുന്നു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, ഓക്സ്ഫോർഡിൽ കിട്ടുക, പിന്നീട് നമ്മൾ തിരിച്ചു പോവുക, എല്ലാം സെറ്റാണ് എന്ന് ജെയിംസും അവളോട് പറയുന്നുണ്ട്. ഈ ഒരു ഇന്റർവ്യൂ പ്രോസസ്സ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സംഭവമാണ്. ഓരോ ദിവസം ഓരോ ഇന്റർവ്യൂ. അങ്ങനെ ആ ഒരു 3 ഇന്റർവ്യൂവിലും പാസ്സായാൽ മാത്രമേ ഓക്സ്ഫോർഡിൽ പഠിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അങ്ങനെ ജൂഡ് ഓക്സ്ഫോർഡിൽ ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നവരുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു റൂമിൽ ഇരുന്നാൽ മതി, ഞാൻ ഓരോ ആളുകളെ വെച്ച് വിളിക്കാം, അവര് അതാത് ഇന്റർവ്യൂ ക്യാബിനിൽ പോകണം എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ റൂബി അവിടെ ഇരുന്ന് ഒത്തിരി കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിൽ ജെയിംസും അങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ ജൂഡ് അവിടോട്ട് വന്ന് ആദ്യം തന്നെ റൂബിയുടെ പേര് വിളിക്കുന്നു. റൂബി അങ്ങനെ ആ ഒരു ഇന്റർവ്യൂ ക്യാബിനിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ജെയിംസ് അവളുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഗുഡ് ലക്ക് എന്നും പറയുന്നു. ആ ഒരു ഓക്സ്ഫോർഡിൽ 2 ഫാക്കൽറ്റീസ് അവളെ ഇന്റർവ്യൂ ചെയ്യുന്നു. അവൾ ആ ഒരു ഇന്റർവ്യൂവിൽ നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ജെയിംസും അവന്റെ ആ ഒരു ഇന്റർവ്യൂവിലും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്ന് വൈകുന്നേരം ആയപ്പോൾ ലിലിന്റെ അടുത്തും റൂബിയുടെ അടുത്തും ജൂഡ് വന്ന് പറയുന്നുണ്ട്, ഓക്സ്ഫോർഡിന്റെ തന്നെ ഒരു പബ് ഉണ്ട്, താഴത്തെ ഫ്ലോറിലാണ്, നമുക്ക് പോയാലോ എന്നൊക്കെ ചോദിക്കുന്നു. എന്തായാലും ഇന്നത്തെ ഇന്റർവ്യൂ കഴിഞ്ഞല്ലോ, ഇനി നാളെയല്ലേ ഉള്ളൂ, സോ എന്തായാലും ആ പബ്ബിലോട്ടൊന്ന് പോയേക്കാമെന്ന് ഇവർ രണ്ടുപേരും വിചാരിക്കുന്നു. ഇവർ മൂന്നുപേരും വരുന്നതിന് മുമ്പേ നമ്മുടെ ജെയിംസും ഗ്രൂപ്പും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ സിറിൽ ലിഡിയയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ദാണ്ടെ ഇത് 18 വർഷം പഴക്കമുള്ള വോഡ്കയാണ്, നിനക്ക് വേണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴേക്കും ലിഡിയ പറയുന്നു, എനിക്ക് വേണ്ട, ഞാൻ കുറച്ചു നേരം പുറത്തോട്ടേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തോട്ടേക്ക് പോകുന്നു. അവൾ അത് കുടിക്കാത്തതിന്റെ കാരണം അവൾ പ്രഗ്നന്റ് ആണല്ലോ. അങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ റൂബിയും ലിന്നും ജൂഡും ഇരുന്ന് സംസാരിക്കുന്നത് ജെയിംസ് നോക്കുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ ആലിസ്റ്റർ കെഷ് ഒരു പെൺകുട്ടിയായിട്ട് സംസാരിച്ച് ഒത്തിരി അടുത്ത് ഇടപഴകുന്നത് ആലിസ്റ്ററിൽ അസ്വസ്ഥത ഉളവാക്കുന്നുണ്ട്. പിന്നീട് ജെയിംസിനെ തിരിഞ്ഞ് നമ്മുടെ റൂബിയും നോക്കുന്നു. അവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല എന്ന് മനസ്സിലായി നമ്മുടെ റൂബി പുറത്തോട്ടേക്ക് പോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ അവിടെ ആ ഒരു കോർണറിൽ നമ്മുടെ ലിഡിയ ഇരിക്കുന്നത് ഇവള് കാണുന്നു. ലിഡിയ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് ഒറ്റയ്ക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ ലിഡിയ അവളുടെ വയറ്റിൽ കൈവച്ചേക്കുന്നത് ഇവള് കാണുന്നു. അപ്പം ഇവള് ചോദിക്കുന്നു, നിനക്ക് പീരീഡ്സ് എങ്ങാണോ ആയോ എന്നൊക്കെ. ലിഡിയ റൂബിയുടെ അടുത്ത് പറയുന്നു, എനിക്ക് പീരീഡ്സ് വന്നിട്ട് തന്നെ 1 മാസമായി എന്ന്. അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം നമ്മുടെ റൂബിക്ക് മനസ്സിലാകുന്നുണ്ട്. മിസ്റ്റർ സട്ടന്റെ കുട്ടിയാണ് ലിഡിയയുടെ വയറ്റിൽ കിടക്കുന്നതെന്നും ഇവൾക്ക് അറിയുന്നു. അതിനെയൊക്കെ ആലോചിച്ചാണ് ഇവള് കുറച്ച് വിഷമിച്ചിരിക്കുന്നതെന്ന് റൂബിക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഇവളെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഒരു അമ്മയാകുന്നത് നല്ല കാര്യമാണ്, എത്ര പേരാണ് ഓക്സ്ഫോർഡിൽ ഈ ഒരു സ്റ്റേജിലായിരുന്നിട്ട് പോലും ഡിഗ്രിയൊക്കെ എടുക്കുന്നത് എന്നൊക്കെ പറയുന്നു. ഇതേ കാര്യങ്ങളാണ് നമ്മുടെ ലിഡിയ ഒരാളിൽ നിന്ന് ആഗ്രഹിച്ചത്. കാരണം അവൾ ഇത്രയും ഒരു ബോഷ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ അനുകമ്പം നിറഞ്ഞ ഒരു സംസാരമാണ് ഒരാളിൽ നിന്ന് അവൾ പ്രതീക്ഷിക്കുന്നത്. അതിനൊക്കെ തുടർന്ന് ലിഡിയ റൂബിയുടെ അടുത്ത് പറയുന്നു, ഒരു സിറ്റുവേഷൻ എത്ര മോശമായിട്ടിരുന്നാലും അതിനെ നല്ല രീതിയിൽ തന്നെ ഡീൽ ചെയ്യാൻ നിനക്കറിയാം, അതുകൊണ്ടാണ് എന്റെ ബ്രദറിന് ഇപ്പോഴും നിന്നെ മറക്കാൻ പറ്റാത്തത് എന്നൊക്കെ ലിഡിയ റൂബിയുടെ അടുത്ത് പറയുന്നു. എന്നിട്ട് ലിഡിയ അവിടുന്ന് പോകുന്നു. റൂബിയുടെ മനസ്സിൽ അപ്പോഴും ഒത്തിരി ക്രാക്സ് ഉണ്ടാകുന്നുണ്ട്. ലിഡിയ എന്താണ് തന്നോട് അങ്ങനെ പറഞ്ഞത്? കാരണം ഓൾറെഡി ജെയിംസ് ഇപ്പൊ തന്നോട് മിണ്ടുന്നില്ല, ആ ഒരു സ്റ്റേജിലാണല്ലോ പോകുന്നത്, പിന്നെന്താണ് ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ നമ്മുടെ റൂബിയും വിചാരിക്കുന്നു. ഇതിനൊക്കെ തുടർന്ന് അന്ന് അവൾക്ക് ഉറങ്ങാനേ പറ്റില്ല. ഈ കാര്യങ്ങൾ തന്നെ ഇന്റർവ്യൂവിന് പോയ സമയത്തും അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സെക്കൻഡ് ഇന്റർവ്യൂവിനും ഇവള് കയറുന്നുണ്ട്. ഏതാണ്ട് ഒരുവിധം എല്ലാത്തിനും ആൻസർ ഒക്കെ പറഞ്ഞ് അവൾ ഇറങ്ങുന്നു. ഇതേ ടൈമിൽ നമ്മുടെ ലിഡിയയുടെ അടുത്ത് സിറിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ സിറിലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു അമ്മയും കുഞ്ഞും അവിടെ ഇരിക്കുന്നത് ഇവൾ ശ്രദ്ധിക്കുന്നു. അതിനകത്ത് അമ്മ ഓക്സ്ഫോർഡിൽ നിന്ന് ഇപ്പോഴും ഒരു ഡിഗ്രി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ റൂബി പറഞ്ഞ കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ ലിഡിയ കാണുമ്പോൾ ലിഡിയയ്ക്ക് ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. പക്ഷേ സിറിൽ പറയുന്ന കാര്യങ്ങളോട് അവൾ ചെവി കൊടുക്കുന്നില്ല. അവൾ ഈ കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കുന്നത്. അത് സിറിലിന് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. സത്യം പറഞ്ഞ സിറിലിന് ലിഡിയോട് ഒരു ക്രഷ് ഉണ്ട്. പക്ഷേ ലിഡിയയ്ക്ക് ഇഷ്ടം മിസ്റ്റർ സഡന്റെ അടുത്താണല്ലോ. അങ്ങനെ ആലിസ്റ്റർ നമ്മുടെ ജെയിംസിന്റെ അടുത്ത് വന്നിരിക്കുന്നു. എന്നിട്ട് ജെയിംസിനോട് പറയുന്നുണ്ട്, ഞാൻ കെഷിനെ വിട്ട് കളയാൻ പാടില്ലായിരുന്നു, ഞാൻ കെഷിന് കുറച്ച് സ്പേസ് കൊടുത്തു, കാരണം അവൻ എന്താണ് എന്നറിയാൻ വേണ്ടി എന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് സ്പേസ് കൊടുത്തത്. അവൻ ഇന്ത്യൻ ആണ്, അവന്റെ ട്രഡീഷൻ, അവന്റെ ഫാമിലി, ആ ഒരു കാര്യങ്ങളെല്ലാം കാരണം അവൻ എന്താണ് എന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ അവന്റെ റിയാലിറ്റിയെ അവൻ മണ്ണിട്ട് മൂടിക്കൊണ്ട് നടക്കുകയാണ് എന്നൊക്കെ ആലിസ്റ്റർ ജെയിംസിന്റെ അടുത്ത് പറയുന്നു. ഇവൻ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പം ജെയിംസിന്റെ ഉള്ളിലും ഒരു ഇത് കയറുന്നു. ഇനി ഞാൻ റൂബി ഇങ്ങനെ വിട്ട് കളഞ്ഞാൽ അവൾ എന്റെ സ്നേഹം മനസ്സിലാക്കാതെ പോകും, അവന്റെ അച്ഛൻ മാത്രം പറയുന്ന കാര്യങ്ങൾ അവൻ എപ്പോഴും കേട്ട് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ ജെയിംസ് മനസ്സിലാക്കുന്നു. അങ്ങനെ അവിടെ ഒരു Q&A സെഷൻ നടക്കുന്നുണ്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയെ പറ്റി. ആ ഒരു ടൈമിൽ മിക്കുള്ള സ്റ്റുഡൻസും അതിന് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു. റൂബിയുടെ ഇപ്പുറത്ത് ഒരു ചെയർ ഒഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ജെയിംസ് വന്നിരിക്കാൻ പോയപ്പോഴത്തേക്കും ജൂഡ് വന്നിരിക്കുന്നു. പിന്നീട് ജെയിംസിന് കുറച്ച് ദേഷ്യം ജൂഡിനോട് തോന്നുന്നു. എന്നാലും ജെയിംസ് അപ്പുറത്ത് ആ ഒരു സീറ്റിൽ പോയിരിക്കുന്നുണ്ട്. എന്നിട്ട് ജൂഡ് അവിടുന്ന് എണ്ണീറ്റ് സെൻട്രലിൽ പോയി നിന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് അതെല്ലാം ചോദിക്കാം എന്നൊക്കെ പറയുന്നു. ചില സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്,
നമ്മൾ ഈ ഓക്സ്ഫോർഡിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ ലൈഫിന് നമുക്ക് സമയം കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുറച്ച് പാടാണ് എന്നൊക്കെ ജൂഡ് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുന്നു. ആ ഒരു ടൈമിൽ ജൂഡിനോട് ജെയിംസിന് കുറച്ച് ദേഷ്യമുണ്ടല്ലോ, അതുകൊണ്ടൊക്കെ തന്നെ ജെയിംസ് ജൂഡിനോട് ചോദിക്കുന്നു, നിന്റെ CGPA എത്രയാണ് എന്ന്. റൂബി അപ്പോൾ പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിച്ച് മറ്റുള്ളവരുടെ അവസരവും കൂടെ നീ പാഴാക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ഇവർ രണ്ടുപേരും തമ്മിൽ നല്ലൊരു ക്ലാഷ് ആവുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് റൂബി ഇറങ്ങിപ്പോകുന്നു. അവളുടെ പുറകെ ജെയിംസും ചെല്ലുന്നുണ്ട്. അവള് അവനോട് പറയുന്നുണ്ട്, സ്കൂളിലുള്ള ടൈമിൽ നീ എന്നെ ഇഗ്നോർ ചെയ്തുകൊണ്ട് അടക്കിയല്ലേ, അങ്ങനെ തന്നെ പോയാൽ പോരെ എന്നൊക്കെ ഇവള് അവനോട് പറയുന്നു. അവൻ പറയുന്നുണ്ട്, നീ ആ ഒരു ടൈമിൽ അവിടെ ഇരുന്ന് പറഞ്ഞതെല്ലാം കറക്റ്റാണ്. അവള് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവൻ അച്ഛനെ പേടിയാണ്, ഇവന്റെ അച്ഛൻ പറയുന്ന അനുസരിച്ചാണ് ഇവൻ എല്ലാം ചെയ്യുന്നത്, ഇവന് സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ ഇല്ല, അങ്ങനെയൊക്കെയാണ് ഇവൾ അവിടെ ഇരുന്ന് പറഞ്ഞത്. ആ ഒരു കാര്യങ്ങളാണ് ജെയിംസ് ഇവളോട് പറയുന്നത്, നീ പറഞ്ഞ കറക്റ്റാണ്, പക്ഷേ നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് എന്ന് ജെയിംസ് ഇവളോട് പറയുന്നു. നീ എന്താണ് പറയുന്നത് എന്ന് റൂബി ജെയിംസിനോട് പറയുന്നു. ജെയിംസ് പറയുന്നു, അത് വിട്ടേര് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ആ ഒരു ടൈമിൽ റൂബി പറയുന്നുണ്ട്, നീ ഇങ്ങനത്തുള്ള കടങ്കഥകൾ പറയാതെ ശരിക്കും എന്താണ് നടന്നത് എന്ന് എൻ്റെ അടുത്ത് പറ എന്നൊക്കെ ഇവള് അവനോട് പറയുന്നു. ആ ഒരു ടൈമിൽ ജെയിംസ് പൊട്ടിത്തെറിച്ച് ഇവളോട് പറയുന്നുണ്ട്, ഓരോ ദിവസവും നിന്നെ കണ്ട് നടന്നു പോകുന്ന സമയത്ത് നിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റാതെ എത്ര വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് നിനക്കറിയാവോ എന്ന് റൂബിയുടെ അടുത്ത് ജെയിംസ് പറയുന്നു. അങ്ങനെ അവൻ ഉള്ള സത്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇനിയും ജെയിംസും റൂബിയും തമ്മിലുള്ള ബന്ധം പോയാൽ റൂബിയുടെ ഫാമിലിയെ തന്നെ ജെയിംസിന്റെ അച്ഛൻ തകർത്ത് കളയും എന്ന കാര്യങ്ങളെല്ലാം റൂബിയുടെ അടുത്ത് ജെയിംസ് പറയുന്നു. റൂബിക്കും അതിനകത്ത് കാര്യമുണ്ട് എന്ന് മനസ്സിലാകുന്നു. അത്രയും നാള് അവൾ ഒത്തിരി തെറ്റിദ്ധരിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ച് അവൾക്കും വിഷമമാകുന്നുണ്ട്. അങ്ങനെ അവസാനം പറഞ്ഞു പറഞ്ഞ് ഈ രണ്ടുപേരും കിസ് ചെയ്യുന്നു. പിന്നീട് അവർക്ക് രണ്ടുപേർക്കുള്ള അത്രയും നാളത്തെ ഫ്രസ്ട്രേഷനും അവർ ഇതിനകത്ത് തീർക്കുന്നു. പിന്നീട് അവർ രണ്ടുപേരും ഇന്റിമേറ്റ് ആകുന്നുണ്ട്. അങ്ങനെ ആ ഒരു ടൈമിൽ നമ്മുടെ ജെയിംസ് റൂബിയുടെ അടുത്ത് പറയുന്നു, റൂബി, എനിക്ക് ഓക്സ്ഫോർഡിൽ പഠിക്കാൻ ആഗ്രഹമില്ല, എന്റെ ആഗ്രഹങ്ങളൊന്നും ആരും നോക്കുന്നില്ല, എനിക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്ക് പോലും അറിയില്ല എന്നൊക്കെ ജെയിംസ് റൂബിയുടെ അടുത്ത് പറയുന്നു. റൂബി പറയുന്നു, നിനക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ നീ ഒരു പേപ്പറിൽ എഴുതി വെക്ക്, അല്ലെങ്കിൽ അതിന് ഞാൻ നിന്നെ സഹായിക്കാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഓക്സ്ഫോർഡിൽ കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു അവര്. അങ്ങനെ അവന് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നു. വെച്ചാൽ ഡ്രോയിങ്, ട്രാവലിംഗ്, മ്യൂസിക്, അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നു. എന്നിട്ട് ആ ഒരു പേപ്പറിലുള്ളതിന്റെ കൂട്ട് തന്നെ അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ള ആ ഒരു ഹോബീസിൽ ഫോക്കസ് ചെയ്ത് അതിലുള്ള ആ ഒരു പ്രൊഫഷണൽ വേയിൽ പോ എന്നൊക്കെ റൂബി ജെയിംസിനോട് പറയുന്നു. അങ്ങനെ നമ്മുടെ റൂബി ലാസ്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിലും അവൾക്ക് നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ബട്ട് ലാസ്റ്റിലത്തെ ആ ഒരു തേർഡ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ജെയിംസ് പോയില്ല. കാരണം ജെയിംസിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി അവനും വിചാരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ലിഡിയെ കാണുന്നു. ലിഡി കുറച്ച് ഹാപ്പിയാണ്. സോ അവൾ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ അവളുടെ അമ്മയുടെ അടുത്ത് അവൾ വീട്ടിൽ ചെല്ലുമ്പോൾ പറയാമെന്ന് വിചാരിക്കുന്നു. അതിനുവേണ്ടി അവളുടെ അമ്മയെ വിളിക്കുന്നൊക്കെ ഉണ്ട്. ആ ഒരു ഇന്റർവ്യൂ കുഴപ്പമില്ലായിരുന്നു, ഞാൻ 3 ഇന്റർവ്യൂ നല്ലതായിട്ട് അറ്റൻഡ് ചെയ്തു എന്ന് പറയാൻ വേണ്ടി. പക്ഷെ അവളുടെ അമ്മ ഫോൺ എടുക്കുന്നില്ല. പിന്നീട് അത് വോയിസ് മെസ്സേജിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് അവളുടെ അമ്മയ്ക്ക് വോയിസ് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ആലിസ്റ്റർ വേറൊരു ചെറുക്കനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കെഷ് കാണുന്നു. കെഷിന് തന്റെ കയ്യിലുള്ള ആ ഒരു സാധനത്തിനെ വലിച്ചെറിഞ്ഞ് കളഞ്ഞല്ലേ എന്ന ഒരു നിരാശാബോധം ആലിസ്റ്ററിനെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. കെഷ് അവിടെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് സിറിൽ അവന്റെ തോളത്തായിട്ട് അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ ഒരു ടൈമിൽ സിറിലിന് വിഷമമുണ്ടായിരുന്നു. കാരണം ലിഡിയുടെ അടുത്ത് അവന്റെ പ്രണയം തുറന്നു പറയാൻ വേണ്ടി അവന് സാധിച്ചില്ല. അങ്ങനെ അവസാനം ജെയിംസും റൂബിയും തമ്മിലുള്ള കാര്യങ്ങളെല്ലാം ഒതുങ്ങി തീരുന്നു. അവർ രണ്ടുപേരും ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നമ്മുടെ റൂബി ബസ്സിൽ കയറി അവളുടെ വീട്ടിലോട്ടും പോകുന്നുണ്ട്. പിന്നീട് ജെയിംസും ലിഡിയും ഹാപ്പി ആയിട്ട് അവരുടെ വീട്ടിലോട്ടും പോകുന്നു. പക്ഷേ ആ ഒരു ടൈമിലും ഡ്രൈവർ പേഴ്സിയുടെ മുഖത്ത് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ വീട്ടിലെത്തുന്ന സമയത്ത് അവിടുത്തെ മെയ്ഡ് അവർ രണ്ടിടത്തും പറയുന്നുണ്ട്, നിങ്ങളെ ബഫോർഡ് തിരക്കുന്നു എന്ന്. അങ്ങനെ ജെയിംസിന്റെ ലിഡിയുടെ അച്ഛൻ്റെ അടുത്തോട്ടേക്ക് ഇവർ രണ്ടുപേരും പോകുന്നു. അയാൾ ഇവർ രണ്ടിടത്തും പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മ കൊടിയിലേക്ക് ഇന്നലെ ഒരു സ്ട്രോക്ക് വന്നു എന്ന്. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പക്ഷേ അവളെ രക്ഷിക്കാൻ വേണ്ടി പറ്റിയില്ല. കൊടിയിലെ മരിച്ചിരിക്കുന്നു എന്ന് രണ്ടുപേരെടുത്തും പറയുന്നു. എന്തുകൊണ്ട് തങ്ങളെ ഇത് ഇന്നലെ വിളിച്ചറിയിച്ചില്ല എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ആ ഒരു ഓക്സ്ഫോർഡ് ഇന്റർവ്യൂ ഇന്ററപ്റ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചറിയിക്കാനത് എന്നൊക്കെ പറയുന്നുണ്ട്. സ്വന്തം അമ്മ മരിച്ചിട്ട് ജെയിംസിനെ ലിഡിയെ അറിയിച്ചില്ല. ലിഡിയ അവിടെ ഇരുന്ന് കരയുന്നു. ജെയിംസിനാണെങ്കിൽ ഈ ഒരു ദേഷ്യങ്ങളെല്ലാം കൊണ്ട് അവന്റെ അച്ഛന്റെ മുഖത്തിട്ട് അവൻ 2 എണ്ണം കൊടുക്കുന്നു. പേഴ്സി അവനെ പിടിച്ചു മാറ്റുന്നുണ്ട്. പേഴ്സിയുടെ അടുത്ത് പറയുന്നു, കാറിൽ ഞങ്ങളുടെ കൂടെ താനും ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും താൻ ഞങ്ങളോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് ജെയിംസ് പേഴ്സിയുടെ അടുത്ത് പറയുന്നു. പേഴ്സി ഡ്രൈവർ അല്ലേ, അയാൾക്ക് വേറൊരു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പേഴ്സി അവൻ്റെ അടുത്ത് ഐ എം സോറി എന്നും പറയുന്നു. പിന്നീട് ജെയിംസ് റൂബിയുടെ ആ ഒരു വീട്ടിലോട്ടേക്ക് പോകുന്നുണ്ട്. റൂബി അവിടെ നല്ലതായിട്ട് സന്തോഷിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജെയിംസ് കാണുന്നു. അവളുടെ സന്തോഷം ഇപ്പോൾ താൻ കാരണമായിട്ട് ഇല്ലാതാകണ്ട എന്ന് വിചാരിച്ച് ഈ കാര്യങ്ങളൊന്നും ജെയിംസ് അവളോട് പറയുന്നില്ല. ജെയിംസ് അപ്പോഴും അവന്റെ അമ്മ കൊടുത്ത വാച്ച് അവന്റെ കയ്യിലുണ്ടായിരുന്നു. തന്റെ വീടിന്റെ ജനലിനടുത്ത് ആരോ നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. അത് ജെയിംസ് ആണോ എന്ന് ഇവൾക്ക് സംശയം അടിക്കുന്നു. പക്ഷേ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് അവിടെ ആരെയും കാണുന്നില്ല. അങ്ങനെ ഈ ഒരു സീനിലൂടെ മാക്സൺ ഹോൾ സീസൺ 1 അവസാനിക്കുന്നു. ഇനി സീസൺ 2 ജൂൺ ജൂലൈ എങ്ങാണ്ട് വരും എന്നാണ് കേട്ടത്. സോ ഇനി അടുത്ത സീരീസ് ആയിട്ട് സമ്മർ റൈറ്റ് ആൻഡ് പ്രെട്ടി ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ്. കാരണം മിക്കുള്ള എല്ലാവരും ഇതിനകത്ത് കമന്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സമ്മർ റൈറ്റ് ആൻഡ് പ്രെട്ടി ചെയ്യുമോ എന്നൊക്കെ. ഞാനും ആ സീരീസ് കണ്ടു നോക്കി, ഏകദേശം നല്ലൊരു സീരീസ് ആണ്. സോ അടുത്ത സീരീസ് അതായിട്ട് വരുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സോ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ഗൈസ്.